നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഓരോ അഭിനേതാക്കളെ മനസ്സിൽ കണ്ട് എഴുത്തുകാർ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാകും. എന്നാൽ എത്ര തന്നെ എഴുത്തുകാർ സങ്കല്പിച്ചാലും ആ കഥാപാത്രങ്ങൾ എത്തേണ്ടയാളുടെ അടുത്ത് മാത്രമേ എത്തുകയുള്ളൂ എന്നതിന് സിനിമയിൽ ധാരാളം തെളിവുകളുണ്ട്. സൂപ്പർ താരങ്ങൾ നിരസിച്ച പല സിനിമകളും വമ്പൻ വിജയമായ കാഴ്ചയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മമ്മൂട്ടി നിരസിച്ച ചിത്രമാണ് മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സിനിമാ ജീവിതത്തിന്റെ റൂട്ട് മാറ്റിയത്. രാജാവിന്റെ മകനും ദൃശ്യവും ഏകലവ്യനുമൊക്കെ മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ മമ്മൂട്ടി നിരസിച്ചത് എന്നറിയാമോ? നമുക്ക് നോക്കാം. രാജാവിന്റെ മകൻ. മമ്മൂട്ടിയും തമ്പി കണ്ണന്താനവും ഒരുമിച്ച ആ നേരം അല്പദൂരം എന്ന ചിത്രം 8 നിലയിൽ പൊട്ടി നിൽക്കുന്ന സമയത്താണ് രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥയുമായി വീണ്ടും കണ്ണന്താനം മമ്മൂട്ടിയെ തേടിയെത്തിയത്. മമ്മൂട്ടി തന്റെ താല്പര്യക്കുറവ് സംവിധായകനോട് തുറന്നു പറഞ്ഞു. തുടർന്നാണ് തമ്പി കണ്ണന്താനം മോഹൻലാലിനെ സമീപിച്ചത്. ചിത്രം സൂപ്പർ ഹിറ്റാവുകയും മോഹൻലാൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആകുകയും ചെയ്തു. മോഹൻലാൽ അഭിനയ ജീവിതത്തിൽ ആദ്യമായി 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയതും ഈ ചിത്രത്തിന് വേണ്ടിയാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സഹസംവിധായകൻ TK രാജീവ് കുമാറിന്റെ ആദ്യ ചിത്രമാണ് ചാണക്യൻ. 13 ചിത്രങ്ങളുടെ തിരക്കുമായി നിൽക്കുന്ന 1989 മമ്മൂട്ടിയെ കാണാൻ രാജീവ് എത്തിയത്. അന്നോളം പരിചിതമല്ലാത്ത ഒരു പ്രതികാര കഥയാണ് ചാണക്യൻ എന്നറിയാമായിരുന്നിട്ടും തിരക്കുകൾ കാരണം മമ്മൂട്ടിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ മമ്മൂട്ടിക്ക് പകരം ഉലകനായകൻ കമൽഹാസൻ ചിത്രത്തിൽ നായകനായെത്തി. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ചിത്രം വിജയിച്ചു. ദൃശ്യം എന്ന ചിത്രം മമ്മൂട്ടിക്ക് വേണ്ടിയാണ് താൻ എഴുതിയത് എന്ന് നേരത്തെ തന്നെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ജിത്തു തയ്യാറുമായിരുന്നു. എന്നാൽ തന്നെ കാത്തിരുന്ന സമയം കളയണ്ട എന്നും ഇത് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത്. സിനിമയോടൊപ്പം താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലിന് ഈ വേഷം കൊടുക്കാൻ നിർദ്ദേശിച്ചതും. 2014 പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ്. ഏകലവ്യൻ. തലസ്ഥാനവും സ്ഥലത്തെ പ്രധാന പയ്യൻസുമെല്ലാം തിയേറ്ററിൽ തകർത്തോടുന്ന സമയത്താണ് ഏകലവ്യനായ മാധവൻ IPSന്റെ വേഷവുമായി രഞ്ജി പണിക്കരും ഷാജി കൈലാസും മമ്മൂട്ടിയെ കാണാനെത്തുന്നത്. ഒത്തിരി പോലീസ് വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിക്ക് മാധവൻ IPSൽ വിശ്വാസമില്ലായിരുന്നു. സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ച് മമ്മൂട്ടി പിന്മാറി. ഒടുവിൽ മമ്മൂട്ടിക്ക് കരുതിയ വേഷത്തിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിക്ക് കരുതിയ വേഷത്തിൽ സിദ്ദിഖും എത്തിയ ചിത്രം മികച്ച വിജയം നേടി. വ്യൂഹം. മെൽ ഗിബ്സണും ഡാനി ഗ്ലോവറും അഭിനയിച്ച ലെതൽ വെപ്പൺ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ വീഡിയോ കാസ്റ്റുമായിട്ടാണ് സംഗീത് ശിവനും രചയിതാവ് സാബ് ജോണും മമ്മൂട്ടിയെ തേടി വന്നത്. റീമേക്ക് ചിത്രങ്ങളോട് ഒട്ടും താല്പര്യം പ്രകടിപ്പിക്കാത്ത മമ്മൂട്ടി തൊട്ടു മുൻപത്തെ വർഷം SN സ്വാമിയുടെ പിൻബലത്തിലായിരുന്നു ദ ഡേ ഓഫ് ജാക്കൽ എന്ന ചിത്രത്തിന്റെ റീമേക്കായ ഓഗസ്റ്റ് 1 സമ്മതം മൂളിയത്. ചിത്രം വൻ വിജയവുമായി. എന്നാൽ വ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ മമ്മൂട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ രഘുവരനെ നായകനാക്കി വ്യൂഹം ഒരുക്കുകയും മമ്മൂട്ടിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ചിത്രം വിജയം നേടുകയും ചെയ്തു. മേൽപ്പറഞ്ഞ വേഷങ്ങളൊക്കെ മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രതികരിക്കാം കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.